ജെയിംസ് ഏട്ടാ ഒന്ന് പ്ലേ ചെയ്തേ, പഴയ ഓർമ്മകളൊന്ന് പുതുക്കിയേ. കുറെ കാലമായിട്ട് പ്ലേ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു പാറ്റേൺ മാത്രം പ്ലേ ചെയ്യാം. ജെയിംസ് ഏട്ടാ, നമ്മുടെ ഈ പുതിയ സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര? ഞാൻ ശരിക്കും 2005 തുടങ്ങിയതാണ്. അത് വേറെ പല സ്ഥലത്തായിരുന്നു. ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 10 വർഷം. ഈ സെക്ഷൻ സ്റ്റുഡിയോ, ഓരോ ബാൻഡുകൾ വരുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, ഫേസ്ബുക്ക് ലൈവ് എടുക്കുന്നു. പിന്നെ അത് കൂടാതെ ആ ബാൻഡുകൾക്ക് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5000 വോൾട്ട് സൗണ്ട്, AC, അക്കോസ്റ്റിക് കിറ്റ്, ഇലക്ട്രിക് കിറ്റ്, പെർക്യൂഷൻ, ഡിജിറ്റൽ പിയാനോ, അപ്രൈറ്റ് പിയാനോ, കീബോർഡുകൾ, ഗിറ്റാറുകളെല്ലാം, സൗണ്ട് സിസ്റ്റം എല്ലാം. ആരും എന്ത് വന്നാലും ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യം. ഒരുപാട് ബാൻഡുകൾ, തെരഞ്ഞെടി, മസാല കോപ്പി, തകര, ഒരുപാട് ബാൻഡുകൾ വന്ന് പ്രാക്ടീസ് ചെയ്യാം. പ്രധാനപ്പെട്ട പുതിയ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഇവിടെ പുതിയ ഇൻസ്ട്രുമെന്റ് പറയുകയാണെങ്കിൽ പുതിയതല്ല. ഇപ്പോ റെമോ കമ്പനിയുടെ ജെമ്പെ, എൽപിയുടെ തുമ്പ, എൽപിയുടെ ടിംബാളി, ഇതിപ്പോ മാപെക്സിന്റെ ടൈപ്പ് സ്നൈർ, പുതിയതല്ല, ഒരുവിധം എല്ലാം ലേറ്റസ്റ്റ് ആണ് ഇരിക്കുന്നത്. ഇനി ഇലക്ട്രിക് കിറ്റ്, ഇത് അലക്സിന്റെ ഇലക്ട്രിക് കിറ്റ്. ഇത് വിവിധ തരത്തിലുള്ള ബേസ് ഗിറ്റാറുകൾ, ചെല്ലോ, ഇതും ചെല്ലോ. അതായത് നമ്മുടെ വയലിൻ ഫാമിലിയിൽ വയലിൻ വിയോള കഴിഞ്ഞാൽ അടുത്തത് ചെല്ലോ. ആ കാണുന്നത് അപ്രൈറ്റ് പിയാനോ, ഇതെല്ലാം കീബോർഡുകൾ, ഷോൾഡർ ഡ്രംസ്, പിന്നെ എൽപിയുടെ ബോംബോസ്. ഇതൊരു വെറൈറ്റി ബേസ് ഗിറ്റാർ നോക്കിയേ സുരേഷ്, വെറൈറ്റി ബേസ് ഗിറ്റാർ നെക്ലസ്. എടുത്തു പറയാനായിട്ടുള്ളത് പഴയ കാലത്ത് ഗാനമേളയ്ക്ക് വായിച്ചിരുന്ന, പ്രത്യേകിച്ച് തമിഴ് പാട്ടുകൾക്ക് ഇളയരാജയുടെ പാട്ട് വരുന്ന കോമോഡ്രം, 3 പീസ് കോമോഡ്രം, 4 പീസ് കോമോഡ്രം. പിന്നെ വീണ, പുതിയ വീണ മേടിച്ചേക്കാണ് സ്റ്റുഡൻസിനും ചെയ്യുന്നവർക്കും വേണ്ടി. സിനിമാക്കാർക്ക് വേണ്ടി വേറെ കുറെ സെക്ഷൻ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ BMWയുടെ ഏറ്റവും പുതിയൊരു അർസിഫിക്സ് എന്ന് പറഞ്ഞൊരു യൂണിറ്റാണത്. പറ്റി ഗുണവട്ടാണ്. ഓക്കെ ജെയിംസ് ഏട്ടാ, അതാണ് സംഭവം. നമുക്കിനി അങ്ങോട്ട് കിടക്കാം.